കർണാടകയിലെ മാണ്ഡ്യയിൽ ഗണേശ ഘോഷയാത്രയ്ക്ക് നേരെ കല്ലേറും സംഘർഷവുമുണ്ടായ സംഭവത്തിൽ കോൺഗ്രസ് സർക്കാരിനെതിരെ രൂക്ഷ വിമർശനം. ക്രമസമാധാനം പാലിക്കുന്നതിനും സുരക്ഷ ഉറപ്പാക്കുന്നതിനും സർക്കാർ പരാജയപ്പെട്ടതായി കേന്ദ്രമന്ത്രി എച്ച്.ഡി. കുമാരസ്വാമി പറഞ്ഞു. ജനങ്ങളുടെ ജീവിതം കൊണ്ട് കോൺഗ്രസ് രാഷ്ട്രീയം കളിക്കരുതെന്ന് വിമർശനം. കൂടുതൽ വിവരങ്ങളുമായി നന്ദഗോപൻ ചേർന്നുണ്ട്. നന്ദൻ, രൂക്ഷമായൊരു വിമർശനം കോൺഗ്രസിന് നേരെ ഉന്നയിക്കുകയാണ്. പ്രത്യേകിച്ചും ജനങ്ങളുടെ ജീവിതം വെച്ചുള്ള ഒരു കളി അല്ലെങ്കിൽ ജനജീവിതത്തിന്റെ സുരക്ഷയെ ബാധിക്കുന്ന തരത്തിലേക്ക് ഈ ഒരു വിഷയങ്ങൾ വഴിമാറുകയാണ്. എന്താണ് മറ്റു വിവരങ്ങൾ? കർണാടകയിലെ മാണ്ഡ്യ ജില്ലയിലെ നാഗമണ്ഡലം പട്ടണത്തിന് സമീപമായിരുന്നു ഇന്നലെ അക്രമം ഉണ്ടായത്. ബദ്രിക്കൊപ്പയിൽ നിന്നുമുള്ള ഭക്തർ ഈ നിബഞ്ജനത്തിനായി ഗണേശ വിഗ്രഹങ്ങൾ ഘോഷയാത്രയായി കൊണ്ടുപോകവേ ഒരു മുസ്ലിം പള്ളിയിൽ തമ്പടിച്ചിരുന്ന അക്രമികൾ കല്ലും ചെരുപ്പും ഈ വിഗ്രഹത്തിന് നേർക്ക് എറിഞ്ഞു. തുടർന്നാണ് വലിയൊരു അക്രമത്തിലേക്ക് കാര്യങ്ങൾ എത്തി നിൽക്കുന്നത്. ഇതിന് തുടർച്ചയായി ഈ നിരവധി തവണ കല്ലേറുകൾ ഉണ്ടായി. അങ്ങനെ നിരവധി ഭക്തർക്ക് ഇതിൽ പരിക്കേൽക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അക്രമികളെ അറസ്റ്റ് ചെയ്യണമെന്ന് ആവശ്യപ്പെട്ട് ഇന്നലെ ഗണപതി വിഗ്രഹവുമായി ഭക്തർ പോലീസ് സ്റ്റേഷൻ ഉപരോധിച്ചു. അതേസമയം ഈ സമാധാന അന്തരീക്ഷം തകർക്കുവാൻ വേണ്ടി ശ്രമിക്കുന്നതിന്റെ ഭാഗമായി ഈ അക്രമികൾ തന്നെ നഗരത്തിൽ ഭീകരാന്തരീക്ഷം സൃഷ്ടിക്കുകയും അവിടെ ഹൈന്ദവ വിഭാഗത്തിൽപ്പെട്ട ചില ആളുകളുടെ കടകമ്പോളങ്ങൾ നശിപ്പിക്കുകയും വാഹനങ്ങൾ അടിച്ചു തകർക്കുകയും ഒക്കെ ചെയ്യുന്ന സംഭവം ഉണ്ടായി. ഏതായാലും രൂക്ഷമായ വിമർശനമാണ് എച്ച്.ഡി. കുമാരസ്വാമി ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കർണാടകയിലെ കോൺഗ്രസ് സർക്കാരിനെതിരെ ഉയർത്തിയിരിക്കുന്നത്. പ്രത്യേകിച്ച് ഈ കുമാരസ്വാമി മാണ്ഡ്യ MP കൂടിയാണ്. ഈ സമാധാന അന്തരീക്ഷം തകർക്കുക എന്നുള്ളത് സർക്കാരിന്റെ ലക്ഷ്യമാണ്. മാത്രമല്ല ഇതൊരു പ്രീണന നയത്തിന്റെ ഭാഗമായി ഉണ്ടായതാണ് ഈ അക്രമം എന്നുള്ളതാണ്. ഇത്തരമൊരു ഘോഷയാത്രയ്ക്കെതിരെ അല്ലെങ്കിൽ ഒരു വിഗ്രഹ നിബഞ്ജന ഘോഷയാത്രയ്ക്കെതിരെ അക്രമികൾ കല്ലും ചെരുപ്പും എറിയുവാൻ ഊർജ്ജമായത് കോൺഗ്രസ് സർക്കാരിന്റെ മുസ്ലിം പ്രീണന നയമാണെന്നുള്ളതാണ് എച്ച്.ഡി. കുമാരസ്വാമി അടക്കം ആരോപിച്ചത്. നന്ദഗോപനാണ് വിശദമായ റിപ്പോർട്ടുകൾ പങ്കുവച്ചത്.